H1B വിസ തർക്കത്തിനിടയിൽ കുടിയേറ്റക്കാരെ ബഹുമാനിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള എലോൺ മസ്കിന്റെ പ്രസ്താവന പങ്കുവെച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലുള്ള കഠിനാധ്വാനികളായ നിയമപരമായ കുടിയേറ്റക്കാരെ വിജയിപ്പിക്കുകയും അമേരിക്കയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന കുടിയേറ്റക്കാർക്കായുള്ള എലോൺ മസ്കിന്റെ പ്രസ്താവന പങ്കുവെച്ച് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ചർച്ചാ വിഷയമായിരിക്കുകയാണിപ്പോൾ. യുഎസിലെ ഇമിഗ്രേഷനും വിദഗ്ധ തൊഴിലാളി ക്ഷാമവും സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ടെസ്ല സിഇഒയുടെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് എലോൺ മസ്ക് എക്സിൽ പങ്കുവച്ച പ്രസ്താവന ട്രംപ് പോസ്റ്റ് ചെയ്തത്. രാജ്യത്തിന് ഗണ്യമായ സംഭാവന നൽകിയ കുടിയേറ്റക്കാരോടുള്ള ബഹുമാനം മസ്ക് പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രസ്താവന വ്യക്തമാക്കിയതും. ഏത് വംശത്തിലോ മതത്തിലോ ദേശീയതയിലോ ആയ അമേരിക്കയിൽ വന്ന് ഈ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ നരകതുല്യമായി പ്രവർത്തിച്ച ആർക്കും എൻ്റെ ബഹുമാനം എന്നേക്കും ഉണ്ടായിരിക്കുമെന്നാണ് മസ്ക് വ്യക്തമാക്കിയത്. കൂടാതെ എല്ലാ നിയന്ത്രണങ്ങളോടും പോരാടി അമേരിക്കയെ സ്വാതന്ത്ര്യത്തിൻ്റെയും അവസരങ്ങളുടെയും നാടായി സംരക്ഷിക്കാൻ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പൗരന്മാരോട് പറഞ്ഞത്. അതേസമയം മസ്കിന്റെ സന്ദേശം വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതിലൂടെ നൈപുണ്യമുള്ള കുടിയേറ്റ അനുകൂല നിലപാടുമായി സാധ്യമായ വിന്യാസത്തെയാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. രാജ്യം അടുത്ത തെരഞ്ഞെടുപ്പ് ചക്രത്തിലേക്ക് നീങ്ങുമ്പോൾ കുടിയേറ്റ വിവരണത്തെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഈയൊരു നിലപാട് കൂടെ വ്യക്തമാവുകയാണ് ഈ പ്രസ്താവനയിലൂടെ. മസ്ക് കുടിയേറ്റത്തെ എതിർക്കുന്ന ചില വ്യക്തികൾക്കെതിരെ നേരത്തെ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ദേശീയ താൽപര്യത്തെക്കാൾ വ്യക്തിപരമായ നേട്ടം നൽകുന്നു എന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. അവരുടെ സ്വന്തം നേട്ടത്തിനായി അമേരിക്ക തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് തനിക്ക് ബഹുമാനമില്ല, അങ്ങനെ ചിന്തിക്കുന്നവർ പൂജ്യമാണെന്നും മസ്ക് ആരോപിച്ചിരുന്നു. വിദഗ്ധ തൊഴിലാളികളുടെ പ്രത്യേകിച്ച് ടെക് മേഖലകളിൽ US പിടിമുറുക്കത്തിനാൽ കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചർച്ച ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണെന്നും വിദഗ്ധ തൊഴിലാളി വിസയെ പിന്തുണയ്ക്കുന്നതിൽ പേരുകേട്ട വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ശ്രീറാം കൃഷ്ണനെ ട്രംപ് അടുത്തിടെ നാമനിർദ്ദേശം ചെയ്തതും പിന്തുണയും വിമർശനവും ഏറ്റുവാങ്ങിയ ചില സംഭാഷണങ്ങൾ വീണ്ടും സജീവമാവുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മസ്കും സഹസംരംഭകനുമായ വിവേക് രാമസ്വാമിയും ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കായി കുടിയേറ്റം വിപുലീകരണത്തിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ ആഗോള മത്സരക്ഷമത മികച്ച പ്രതിഭകളെ ആകർഷിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന നിലപാടാണ് വ്യക്തമാക്കിയത്. കൂടാതെ കുടിയേറ്റക്കാർ എവിടെ നിന്ന് വന്നാലും നവീകരണത്തിന് മികച്ച മനസ്സുകൾ ആവശ്യമാണ് എന്നും മസ്ക് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം H1B വിസ സംവിധാനത്തെ പിന്തുണച്ചും കൂടാതെ പ്രോഗ്രാം തകർന്നതിനാൽ വലിയ പരിഷ്കാരം ആവശ്യമാണ് എന്ന് മസ്ക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സാങ്കേതികം, വൈദ്യം, വിദ്യാഭ്യാസം, നിയമം, കലകൾ തുടങ്ങിയ വിപുലമായ അറിവ് ആവശ്യമുള്ള പ്രത്യേക മേഖലകളിൽ വിദേശ ജീവനക്കാർക്ക് നൽകുന്ന താൽക്കാലിക വർക്ക് പെർമിറ്റുകളാണ് H1B വിസകൾ. എഞ്ചിനീയർമാരെ നിയമിക്കുന്ന ടെക് കമ്പനികൾ വളരെയധികം ഉയരുമ്പോൾ മറ്റ് പ്രൊഫഷണൽ മേഖലകൾക്കും ഈ ഒരു പ്രോഗ്രാം ഏറെ പ്രയോജനകരമാണ്. H1B വിസകൾ നിലനിർത്താനുള്ള വഴികൾ നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു മസ്ക് ഇക്കാര്യം പറഞ്ഞത്. കൂടാതെ H1B വിസ പ്രോഗ്രാം തകർന്നിരിക്കുന്നു എന്നും ഇത് കൂടുതൽ ശക്തമായി ഉയരണമെങ്കിൽ വലിയ പരിഷ്കരണം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ട്രംപ് തന്റെ പിന്തുണയും വിസയുടെ അംഗീകാരവും എതിർത്തപ്പോഴും H1B വിസ സുഗമമാക്കാനായി ഒരു യുദ്ധം ആവശ്യമാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണെന്നും മസ്ക് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു.